പ്രൈസ് ദി ലോർഡ്. യോബിനോട് ദൈവം പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഇത് ശ്രദ്ധിക്കുക, അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ദൈവം തന്നോട് പറഞ്ഞ വാക്കിന് വലിയ പ്രസക്തിയുണ്ട്. അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. തന്റെ ചിന്ത ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ചിന്തയാണ് തൻ്റെ. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, കുറ്റപ്പെടുത്തുന്ന ഭാര്യ, കുറ്റപ്പെടുത്തുന്ന വ്യസന സ്നേഹിതന്മാർ. ഈ തകർച്ചയുടെ അകത്തിരിക്കുമ്പോൾ ദൈവം വന്നു പറയുന്നു, അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. അത്ഭുതങ്ങളെക്കുറിച്ച് യോബ് ചിന്തിക്കാൻ ആരംഭിച്ചപ്പോൾ തൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു. അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചപ്പോൾ യോബ് പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, ഒടുവിൽ അവൻ എന്നെ പൊടിമേൽ നിർത്തുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ കാണും. ആദ്യം താൻ പറഞ്ഞത്, ദൈവത്തെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എന്നാൽ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ സകലവും കഴിയുമെന്നും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നുമുള്ള വെളിപ്പാട് തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കിട്ടി. യോബിനോട് ദൈവം പറയുകയാണ് 37-ാം അധ്യായത്തിൽ, ഞാൻ മഹാകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കർത്താവിൽ പ്രിയരെ, തകർച്ചകളുടെ അകത്തും പ്രതിസന്ധിയുടെ അകത്തും പ്രശ്നങ്ങളുടെ അകത്തും അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലായിരിക്കും. പ്രശ്നങ്ങൾക്കകത്ത് ചിന്തിക്കാൻ സാധിക്കുമോ അത്ഭുതങ്ങളെക്കുറിച്ച്? യോബിനോട് ദൈവം പറയാം, യോബേ, അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. നമ്മുടെ തകർച്ചകൾക്കകത്ത്, നമ്മുടെ പ്രതിസന്ധിക്കകത്ത്, നമ്മളുടെ പ്രശ്നങ്ങൾക്കകത്ത് നമുക്ക് ചിന്തിക്കാം. എന്ത്? ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ.